ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനാ എന്നോട് കാര്യമൊക്കെ മറച്ചു വെച്ച്? സത്യം പറ സച്ചേട്ടാ, എന്താ സംഭവിച്ചേ? എടോ, അത്രയ്ക്കൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഉന്തുന്നള്ളും ഉണ്ടായി, അത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. എല്ലാ ടെൻഷനും ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 3 മാസത്തേക്ക് ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. എന്തു പറയുന്നു? സോറി ഡോക്ടർ, ഇനി ഞാൻ നോക്കിക്കോളാം. നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കണം. കൃത്യമായിട്ട് ബെഡ് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഏത് നിമിഷവും അബോർഷൻ സംഭവിക്കാം. ഇപ്പൊ തന്നെ ഒരു ഡേഞ്ചറസ് സ്റ്റേജിലാ. സോ ബി കെയർഫുൾ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇനി അതിനെ ഇല്ലാതാക്കണോ? ഡോക്ടർ, ഒന്നും സച്ചേട്ടന്റെ കുഴപ്പമില്ല, എല്ലാം എന്റെ തെറ്റാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ആരുടെ തെറ്റായാലും ഉള്ളത് നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. ഇല്ല ഡോക്ടർ, ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. ദേ, നാളെ കഴിഞ്ഞാ ഞാനൊന്ന് ദുബായ് വരെ പോവാ. 2 ആഴ്ച കഴിഞ്ഞേ തിരിച്ചു വരൂ. ഞാൻ ഇല്ലെന്ന് കരുതി പറഞ്ഞതൊന്നും മറക്കരുത്, മനസ്സിലായോ? ഇനി ഒന്നിനും പോകണ്ട, ഞാൻ നോക്കിക്കോളാം എല്ലാം. എടോ, ഈ കുഞ്ഞിനെ നമുക്ക് വേണം. സൂക്ഷിച്ചൊക്കെ ഇരിക്കേ. സച്ചേട്ടന്റെ ഭാവം കണ്ടാത്തൊന്നും എനിക്കെന്തോ മാറാരോഗമാണെന്ന്. സച്ചേട്ടാ, പ്രഗ്നൻസി ഒരു രോഗമല്ല. അതൊക്കെ എനിക്കും അറിയാം. പക്ഷേ തന്റെ ആരോഗ്യം സംരക്ഷിച്ചോളാന്ന് ആ ഡോക്ടർക്ക് വാക്കുകൊടുത്തത് ഞാന്. ഇപ്പൊ തന്റെ ബോഡി ആകെ വീക്കാ. ഇനിയെങ്കിലും താൻ കുറച്ച് വിശ്രമിക്കേ. അങ്ങനെ വിശ്രമിക്കാൻ പറ്റിയൊരവസ്ഥയിലല്ലല്ലോ നമ്മള്. ചുറ്റിനും ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവും. ഈ സമയത്ത് അതൊന്നും തലയിലെടുത്ത് വെക്കാൻ പാടില്ല. ഒരു ചെറിയ അശ്രദ്ധ പോലും നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാക്കും. സ്നേഹയ്ക്ക് പറ്റിയത് അറിയാലോ, അത് ആവർത്തിക്കാൻ പാടില്ല. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ സച്ചേട്ടാ. ദൈവം എനിക്ക് ഈ കുഞ്ഞിനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പവും സംഭവിക്കില്ല. തന്നോട് ഇതൊക്കെ പറയാൻ വരുന്ന എന്നെ വേണം തല്ല. ഒരു കാര്യം ചെയ്, താനേ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് ഫുഡ് എടുത്തോണ്ട് വരാം. എന്തിനു? ഞാൻ താഴെ വന്ന് കഴിച്ചോളാം. തൽക്കാലം അത് വേണ്ട, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. ഞാൻ ഫുഡ് എടുത്തിട്ട് വേഗം വരാം. വക്കീലിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഈ വക്കീൽ ഇതെവിടെ പോയി കിടക്കുക? ഫോൺ വിളിച്ചൊന്ന് എടുത്തൂടെ?
താനിതാരെ വിളിക്കുന്നേ? സച്ചേട്ടാ, വക്കീലിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ആ വക്കീൽ എന്തെങ്കിലും തിരക്കിലാവും. ദേ, ആ ഫോൺ ഒന്ന് മാറ്റി വെച്ചേ. ദാ ഇത് കഴിക്കാൻ നോക്ക്. സച്ചേട്ടൻ എന്തായി കാണിക്കുന്നത്? ഇങ്ങ് തന്നേക്കെ, ഞാൻ കഴിച്ചോളാം. ആഹാ, ഞാൻ വരുന്ന എന്താ കുഴപ്പം? എനിക്ക് അത്രയ്ക്ക് വയ്യായികയൊന്നുമില്ല. ദേ, മര്യാദക്ക് ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇത് ഡോക്ടറെ വിളിച്ച് പറയും. ആ, താനിങ്ങനെ ചിരിക്കൊന്നും വേണ്ട. ഈയിടെയായിട്ട് തനിക്ക് കുറച്ച് വാശി കൂടുന്നുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഞാൻ വാശി പിടിക്കും. എന്റെ സ്വഭാവം അങ്ങനെയാ. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോ തനിക്ക് തന്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഇപ്പൊ ഞാനുണ്ടല്ലോ, അപ്പോ ഞാൻ പറയുന്നതിന് കൂടി ഒരു പരിഗണന തരണം. ഇല്ലെങ്കിൽ എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് നാട്ടുകാർ പറയും. അതുകൊണ്ടേ ഇപ്പോ ദാ താനിത് കഴിക്കുക. കഴിക്കുക. ഞാനിത് കൊണ്ടുവച്ചിട്ട് എന്തുപറ്റി? എന്താ സച്ചേട്ടാ? ഏയ് ഒന്നുമില്ല. എന്തുപറ്റി സച്ചേട്ടാ? ഏയ് ഒന്നുമില്ല. കാണിച്ചേ, എന്താ ഇത്? ഇത് നോക്കട്ടെ. ഒന്നുമില്ലടോ. അയ്യോ, എന്താ ഇത്? ഒന്നുമില്ലാന്നോ? പിന്നെ എന്താ ഈ പാടൊക്കെ? എടോ, ഒന്നുമില്ല. താൻ റെസ്റ്റ് എടുക്കാൻ നോക്ക്. ചെല്ലേ. സച്ചേട്ടൻ എന്നോട് കള്ളം പറഞ്ഞതല്ലേ? അവര് സച്ചേട്ടനെ ഉപദ്രവിച്ചല്ലേ? എന്തിനാ എന്നോട് ഈ കാര്യമൊക്കെ മറച്ചു വെച്ചേ? സത്യം പറ സച്ചേട്ടാ, എന്താ സംഭവിച്ചേ? എടോ, അത്രയ്ക്കൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഉന്തുന്നള്ളും ഉണ്ടായി, അത്രേ ഉള്ളൂ. ചെറിയ ഉന്തുന്നള്ളും ഉണ്ടായതിനെയാണോ ഇത്? ഇത് വലിയ പാടുകളാണല്ലോ. നോക്കട്ടെ. ഈശ്വര, എന്താ ഇത് സച്ചേട്ടാ? അർച്ചന,